എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയുള്ള ആ ഒരു റോബോട്ടിക് ഐലാൻഡ് അതായിരിക്കും കാണിക്കുക. അവിടെ ആ കൂമയാണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. ഇപ്പൊ ജ്വല്ലറി ബോണി അവൾക്ക് നന്നായിട്ട് അറിയാം അത് അവളുടെ പപ്പയല്ല, മറിച്ച് പപ്പയുടെ ഷേപ്പിലുള്ള വേറൊരു റോബോട്ടാണെന്ന്. അവൾക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ആ വേഗ് ഓഫ് പങ്കിനോട് ഒരുപാട് ദേഷ്യം തോന്നും. ഓ നോ, ആ വേഗ് ഓഫ് പങ്ക് സയന്റിസ്റ്റ് അവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്റെ പപ്പ ഈ ഗതിയിലാവാൻ കാരണക്കാരൻ അതവൻ തന്നെയാണ്. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഈ കൂമ അവൻ നിന്റെ പപ്പയാണോ? അവള് പറയും അതെ കൂമ അദ്ദേഹം എന്റെ പപ്പ തന്നെയാണ്. ഞാനെന്തിനു വെറുതെ അത് കള്ളം പറയണം ചോദിച്ച് മുൻപോട്ടേക്ക് ഓടുകയാണ്. ജിംബയ്ക്കാണെങ്കിൽ പേടി കൂടിക്കൂടി വരും. കാരണം റോബോട്ടിക് കൂമ അവരുടെ കുറച്ച് ഡ്രസ്സ് എടുത്തതിന്റെ പേരിൽ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു അറ്റാക്കിൽ തന്നെയുള്ള റോബോട്ടിക്സ് ആയിട്ടുള്ള ഒരുപാട് തിങ്സ് നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ജിംബൈ ആണെങ്കിൽ വലിയൊരു ബിൽഡിംഗ് അത് അവന്റെ മുൻപിലേക്ക് തൂക്കി എറിയും. ഒരു പെണ്ണിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അതെന്റെ പപ്പയല്ലെങ്കിലും പപ്പയുടെ രൂപത്തിലുള്ള ഒരാളാണ്. അവർ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിനവനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഓ നോ, ഞാൻ ആ റോബോട്ടിനെ അറ്റാക്ക് ചെയ്തതല്ല, ഒരല്പനേരം പ്രിവെന്റ് ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല, നീ വേഗം മുൻപോട്ടേക്ക് ഓടാനായിട്ട് പറയും. അവളാണെങ്കിൽ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാൻ ഇനി ഓടില്ല. ആ റോബോട്ടിനെ ഞാൻ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യും. അത് കേട്ട് കൺട്രോൾ പോയ ലൂഫി അവന്റെ കൈ അങ്ങനെ നീട്ടി അവളെ ചുരുട്ടി എടുക്കുകയാണ്. അത് നിന്റെ പപ്പയല്ല, വേറൊരു റോബോട്ടാണ്, അതിന് ഇമോഷൻസ് ഒന്നും ഇല്ല, നിന്നെ കൊണ്ട് അതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് അങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അവളാണെങ്കിൽ മുൻപോട്ടേക്ക് പോകുന്തോറും ഒരുപാട് വിഷമത്തിൽ ആ റോബോട്ടിക് കുമയെ നോക്കി നിൽക്കും. പക്ഷെ റോബോട്ടാണെങ്കിൽ യാതൊരു ദയം കാണിക്കാതെ ഷൂട്ട് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർ ഓടി ഓടി മോസ്റ്റ് ഒരു ഡെഡ് എൻഡിലെത്തും. ജിംബൈ ആണെങ്കിൽ ജ്വല്ലറി പെണ്ണിനോട് പറയും നമുക്ക് വേറെ വഴിയില്ല, അവനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അത് നിന്റെ പപ്പയല്ല, വെറും ഒരു റോബോട്ട് മാത്രമാണ്, അത് നമ്മളെ തകർക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്കതിനെ തകർത്തേ പറ്റൂ, നീ കണ്ണടച്ചോന്ന് പറഞ്ഞ് ലൂഫിയോട് അവളെ ഹൈഡ് ചെയ്യാനായിട്ട് പറയും. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ ചുരുട്ടി അവളെ നിലത്ത് ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. ആ റോബോട്ട് അവരുടെ ക്ലോസ് എത്തേണ്ട താമസം അവളാണെങ്കിൽ ഉച്ചത്തിൽ കൈ നീട്ടി ദയവ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യരുതെന്ന് പറയും. അടുത്ത നിമിഷം നമ്മുടെ ജിംബൈ അവൻ ചെറിയ കുട്ടി ജിംബയായി തീരുകയാണ്. അറ്റാക്ക് ചെയ്യാൻ വന്ന ആ റോബോട്ട് കൂമ അവനാണെങ്കിൽ അല്പനേരം കാര്യമായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കി തിരിഞ്ഞു നടന്നു പോകും. ജിംബയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും പുറകിൽ നിൽക്കുന്ന നമ്മുടെ ചോപ്പറും ലൂഫിയും. അവർ രണ്ടുപേരും കുഞ്ഞാവുകയല്ല, മറിച്ച് ഏജ്ഡ് ആയി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിയെന്ന് നമ്മുടെ ജിംബൈ തിരിച്ചറിയുക. ആക്ച്വലി നമ്മുടെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാതെയാണ് ആ ഒരു റോബോട്ട് തിരികെ പോയത്. റോബോട്ട് ആണെങ്കിൽ ആൾക്കാർ എവിടെ പോയും ചിന്തിച്ച് ആ ഒരു ഐലാൻഡ് അത് മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇതാ ഇവിടെ നമ്മുടെ ലൂഫിയും ചോപ്പറും അവർ രണ്ടുപേരും ഇപ്പൊ 70 വയസ്സുള്ള മുതുക്കന്മാരായിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ജ്വല്ലറി പെണ്ണിനോട് റിക്വസ്റ്റ് ചെയ്യും ദയവ് ചെയ്ത് അല്പം ഞങ്ങളോട് കാണിക്കണം, നീ കരുതും പോലെ അത് നിന്റെ പപ്പയല്ല, വെറും ഒരു റോബോട്ട് മാത്രമാണ്, നിന്റെ പപ്പയുടെ രൂപം മാത്രമാണ് ആ ഒരു റോബോട്ടിനുള്ളത്. നീ ഏജ് കൂട്ടിയതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു അല്പം യങ് ഏജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ അല്പം കൂടെ നന്നായിരുന്നേനെന്ന് പറയും. ജിംബൈ ആണെങ്കിൽ അവളുടെ പപ്പയുടെ ചരിത്രം അതൊന്നൊന്നായിട്ട് പറയുകയാണ്. എന്റെ പപ്പ ആദ്യം ഒരു പൈലറ്റായിരുന്നു, പിന്നീട് നേവിക്കാരുടെ കയ്യിൽപ്പെട്ടു, അതിനുശേഷം വേഗ് ഓഫ് പങ്ക് നിന്റെ പപ്പയുടെ പവർ തിരിച്ചറിഞ്ഞ് ആളെ പവർഫുൾ മാനാക്കി മാറ്റി, അതിനുശേഷം നിന്റെ പപ്പയുടെ ഒരുപാട് ക്ലൗഡ്സുകളെ ക്രിയേറ്റ് ചെയ്തു. അവൾക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല, പക്ഷെ വേഗ് ഓഫ് പങ്ക് അവളുടെ പപ്പയെ ഒരു സൈബോർക്കാക്കി മാറ്റി. അതിലാണ് അവൾക്ക് വേഗ് ഓഫ് പങ്കിനോട് ഒരുപാട് ദേഷ്യം തോന്നിയത്. ജിംബൈ ആണെങ്കിൽ അവളുടെ ഇമോഷൻസ് മനസ്സിലാക്കാതെ ദേഷ്യപ്പെട്ട് പറയും നീ കരുതും പോലെയല്ല കൂമ, അവൻ ശരിക്കും ടെററാണ്, ബാഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് കേട്ട് ജിംബൈയോട് ദേഷ്യം തോന്നിയ ജ്വല്ലറി പെണ്ണ് ഒരു ലേസർ പവർ ഉപയോഗിച്ച് ജിംബൈയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ജിംബൈ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവൾ അടിച്ചു പറയും പപ്പ ഒരു ബാഡ് ആയിട്ടുള്ള ആളല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം, അവനെ ഒരു സൈബോർക്കാക്കി മാറ്റിയ ആ ഒരു സയന്റിസ്റ്റിനെ ഞാൻ വെറുതെ വിടില്ല. ജിംബൈക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഇത് ആക്ച്വലി വേഗ് ഓഫ് പങ്കിന്റെ ഫെയിൽഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിന്റെ ഔട്ട്പുട്ടാണ്. അതുപയോഗിച്ചാണ് നീ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. നിന്റെ പപ്പ മോശമായിട്ടുള്ള ആളാണോ നല്ല ആളാണോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ വിഷയം. ഇപ്പൊ നമ്മൾ കണ്ടത് വെറും ഒരു റോബോട്ട് മാത്രമാണ്. അതിന് നീ ആവശ്യമില്ലാത്ത റെസ്പെക്റ്റും സ്നേഹവും ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ അതിനെ തിരികെ അറ്റാക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് സർവൈവ് ചെയ്യാൻ കഴിയൂ. ജിംബൈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പോൾ അവൾ നോർമലാവും. അതേസമയം നമ്മുടെ ആൾക്കാരും ബാക്ക് ടു നോർമലായി വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി ആൻഡ് ടീമിനെ കാണിക്കും. റോബോട്ട് പെണ്ണാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾ പറഞ്ഞ അനുസരിച്ച് വേഗ് ഓഫ് പങ്കിലേക്ക് ഇപ്പോ കപ്പലടക്കം നമ്മുടെ ആൾക്കാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്.
ഉസോപ്പിനാണെങ്കിൽ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും ലൂഫി ഇത് അറിയുകയാണെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ജലസ് അടിക്കും. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെൺകുട്ടി അവൾ ശരിക്കും നല്ല പെൺകുട്ടിയാണെന്ന് പറയും. ഫ്രാങ്കി ആണെങ്കിൽ അവളുടെ ടെക്നിക്സിനെ കുറിച്ച് കൂടുതൽ ചോദിക്കും. അതിന് അവൾ പറയും ചിറകുകളൊന്നും ഇല്ലാതെ ഈ റോബോട്ട് പറക്കുന്നത് മാഗ്നറ്റിക് പവറിനെ കൺട്രോൾ ചെയ്താണ്. ആക്ച്വലി ഈ ഒരു റോബോട്ടിന് ഞങ്ങളുടെ അയലാൻഡിലൂടെ മാത്രമേ പറക്കാനായിട്ട് സാധിക്കൂ. പക്ഷെ ഞങ്ങളുടെ എക്സ്പെരിമെന്റ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിയുകയാണെങ്കിൽ ലോകം മുഴുവൻ ഈ റോബോട്ട് ഉപയോഗിച്ച് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കേട്ട് ഫ്രാങ്കിക്കും ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. അവരാണെങ്കിൽ റോബോട്ടിക് ഐലാൻഡിന്റെ താഴെ നടക്കുന്ന കാഴ്ചകൾ കാണുകയാണ്. ഒരുപാട് റോബോട്ടിക് ആനിമൽസ്, ഡ്രാഗൺസ്, ബിൽഡിങ്ങുകൾ അതെല്ലാം കണ്ട് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. ഉസോപ്പ് ആണെങ്കിൽ ഓരോരോ കാഴ്ചകൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അവളാണെങ്കിൽ താഴേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഇപ്പൊ മുകളിലേക്ക് കൊണ്ടുപോകും. മുകളിൽ എന്താണ് ചോദിക്കുമ്പോൾ അവൾ പറയും താഴെ ഞങ്ങളുടെ ഫാക്ടറി മാത്രമാണ്, ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഞങ്ങൾ താഴേക്ക് കൊണ്ടുപോവുക, മുകളിലാണ് ഞങ്ങളുടെ ലാബ് എന്ന് പറഞ്ഞ് ആ ലാബ് കാണിച്ചു കൊടുത്ത് അവൾ അവിടേക്ക് കൊണ്ടുപോകും. ആ പെൺകുട്ടിയാണെങ്കിൽ ലാബിൽ അവരുടെ ആ ഒരു റോബോട്ടിനെ ലാൻഡ് ചെയ്യിപ്പിക്കും. അതിനുശേഷം അവളാണെങ്കിൽ താഴ്ഭാഗത്ത് നമ്മുടെ ലൂഫിയാൻ ടീമുള്ള കാര്യം അവരോട് പറയും. അത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം. ഇവിടെ ബ്രൂക്കും സോറോയും രണ്ടുപേരും തീർത്തു പറയും ഞങ്ങൾക്കിപ്പോ എവിടേക്കും വരാൻ താല്പര്യമില്ല, ഞങ്ങളുടെ ഈ ഒരു ഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഷിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അവരാണെങ്കിൽ ആ പെണ്ണിനെ തന്നെ സൂക്ഷിച്ചു നോക്കും. അവർക്കിപ്പോഴും അവളെ ഒട്ടും വിശ്വാസമായിട്ടില്ല. എന്തെങ്കിലും ഒരു കള്ളത്തരം അവൾ ചെയ്യാതിരിക്കില്ല എന്ന് അവരുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അവൻ ഇത്തരത്തിലുള്ള സയൻസും ടെക്നിക്സും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ ഉസോപ്പും സാഞ്ചിയും ക്ലൗഡ്സിന്റെ മുകളിലൂടെ ചാടി ചാടി കളിക്കും. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക സ്കൈ ഐലാൻഡിൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇവര് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ 2 റൂം അവർക്ക് കാണിച്ചു കൊടുക്കും. ഇത് ഡ്രസ്സിംഗ് റൂമാണ്, ഇവിടെയുള്ള സ്പെഷ്യൽ ഡ്രസ്സ് അത് ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലാബിലേക്ക് കയറാൻ കഴിയൂ എന്ന് പറയും. അത് കേട്ട് അവർ ഡ്രസ്സ് മാറാനായി ഓരോരുത്തരായി ആ റൂമിലേക്ക് കയറും. സാഞ്ചി ആണെങ്കിൽ എനിക്ക് റോബിനെയും നാമിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ കയറും. അതിൽ കലിയിളകിയ നമ്മുടെ നാമി അവനെ ആഞ്ഞെടിച്ച് പുറത്തേക്ക് വിടുകയാണ്. നാമിയും റോബിനും ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ചില സ്വിച്ചുകളൊക്കെ അമർത്തും. അടുത്ത നിമിഷം ചില യന്ത്രങ്ങളൊക്കെ വന്ന് ഒരുപാട് ഡ്രസ്സുകൾ അവരുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. നാമിയും റോബിനും ആണെങ്കിൽ പേടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കും. അല്പസമയം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയവർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരികയാണ്. അവരുടെ ഡ്രസ്സാണെങ്കിൽ ഇപ്പൊ പെൺകുട്ടിക്ക് കുറച്ച് ഇഷ്ടമാവും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സോറോയും ബ്രൂക്കും അവരാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവർക്ക് 2 പേർക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു ഐലാൻഡ് അത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഐലാൻഡ് ആണെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും പുറത്തുണ്ടാവണം. കാര്യം മനസ്സിലാക്കി ആലോചിച്ചുമാണ് അവർ രണ്ടുപേരും പുറത്ത് ആ കപ്പലിൽ നിൽക്കുന്നത്. അതേസമയം ഇപ്പൊ കരീബു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരും. അത് കണ്ട് സോറോ ദേഷ്യപ്പെട്ട് പറയും യു ആർ അൺബിലീവബിൾ. വാനോ കിൻഡം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞു. ഈ ഒരു ഐലാൻഡിലെങ്കിലും നീ ഇറങ്ങിയേ പറ്റൂ. ഇനിയും ഞങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഓൾറെഡി ഞങ്ങളെ ലൂഫിയെയും നീ ഒരുപാട് സഹായിച്ചു, അതിനുള്ള പ്രത്യുപകാരം അത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. കരീബു ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും ദയവ് ചെയ്ത് ഈ ഒരു ഐലാൻഡിൽ എന്നെ ഉപേക്ഷിക്കരുത്. ഇത് ഗവൺമെന്റിന്റെ ഐലാൻഡാണ്. ഇവിടെ എന്നെ വിട്ടിട്ട് പോയാൽ തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞ് പുറത്ത് ദയനീയ ഭാവത്തിൽ കെഞ്ചി അവൻ മനസ്സിൽ ഇപ്പൊ സോറോയെയും ബ്രൂക്കിനെയും ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ ലിലിത്ത് പെണ്ണ് അവളാണെങ്കിൽ ഒരു ഡോറിലൂടെ അങ്ങനെ ക്യാഷ്വലായിട്ട് അകത്തേക്ക് കയറി പോവാണ്. സാഞ്ചിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഞങ്ങളെ കൊണ്ട് ഇതുപോലെ ഡോറിലൂടെ കടന്നു പോകാനായിട്ട് കഴിയില്ല, ഈ ഡോറ് അത് ദയവ് ചെയ്ത് തുറക്ക്. അതിനവളാണെങ്കിൽ വിളിച്ചു പറയും അത് തുറക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്യാഷ്വലായിട്ട് അകത്തേക്ക് വരാം. അവന്റെ തല അകത്തേക്ക് ഇടും. അപ്പോൾ അവന് മനസ്സിലാവും അത് ഹോളോഗ്രാം പോലുള്ള എന്തോ ഒന്നാണെന്ന്. അവനിപ്പോ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ റോബിൻ, ഉസോപ്പ് എന്നിങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി വരും. അപ്പോഴായിരിക്കും അവൾ പറയുക ഈ ഒരു ലാബിലേക്ക് കയറി വരാൻ വളരെ എളുപ്പമാണ്, പക്ഷേ തിരികെ പോവുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. തിരികെ പോകുമ്പോൾ ഈ ഒരു ഡോറ് അതൊരു അയൺ ഡോറായി മാറും. അത് കേട്ട് അവർ ഞെട്ടും. അവൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മുടെ ആൾക്കാർ അങ്ങനെ കടന്നു വരികയാണ്. നാമിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ട്രഷർ ഇവിടുന്ന് കിട്ടാതിരിക്കില്ല, എന്തെങ്കിലും ഞാൻ ഇവിടുന്ന് അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് വരും. അപ്പോൾ അവളാണെങ്കിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഡോറിലൂടെ മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു പ്രത്യേക രൂപം അവർ കാണുക. അതിനെ കാണുമ്പോൾ ജിംബയുടെ ഒരു മിനിയേച്ചർ പോലെ അവർക്ക് ഫീൽ ചെയ്യും. അവർ തിരിച്ചും മറിച്ചും അത് ജിംബയാണോ എന്ന് ചെക്ക് ചെയ്യും. സാഞ്ചി ആണെങ്കിൽ അവനോട് നീ ആരാണെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ അവന്റെ ചിറകുകൾ വിടർത്തി
ഫയറൊക്കെ കയ്യിലെടുത്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് വേഗോ പങ് നമ്പർ 1 അവൻ ആ ഡ്രാഗണുമായിട്ട് കാഷ്വലായിട്ട് സംസാരിച്ച് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.